അസ്സലാമു അലൈക്കും. എന്താണ് വോട്ട് ബാങ്ക്? അതെങ്ങനെ കണ്ടെത്താം? ഇതാണ് ഇന്നത്തെ വിഷയം. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ മഹാനായ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവരുടെ ഒരു ചർച്ചയുടെ ഒരു ഭാഗം എടുത്തു ഉദ്ധരിച്ചിരുന്നു. അതായത് അവരുടെ സമസ്തക്ക് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം. ഞാനത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ഉദ്ധരിച്ചത്. അപ്പോ കുറച്ച് ആൾക്കാർ അത് നിന്റെ വക പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ എനിക്കിപ്പോ എന്തെങ്കിലും വോട്ട് ബാങ്ക് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായില്ല, നമുക്കൊന്നുമില്ലല്ലോ. പക്ഷെ മഹാനായ സയ്യിദ് അവറുകൾ അത് പറഞ്ഞപ്പോ എനിക്കതൊരു ആദ്യ അനുഭവമായിട്ട് തോന്നിയപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഞാൻ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിക്കണം, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതന്നെ ആയിക്കൊള്ളാം എന്നില്ലല്ലോ. അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലാതെ സംഘടിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, ഒരു സംഘടന, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, എന്തോ ആവട്ടെ, അവരൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന ആൾക്കാരാണ്. ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാം, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൂടുതൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും, എന്തോ ആവട്ടെ, വ്യത്യസ്തമായ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരുണ്ട്. അതിൽ ആ ആളുകൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ നേതൃത്വം പറയുകയാണ്, ഇപ്രാവശ്യത്തെ വോട്ട് നിങ്ങൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അനുസരിച്ച് കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം. അതാണ് ഞാൻ മനസ്സിലാക്കിയ വോട്ട് ബാങ്ക്. ഇതെങ്ങനെ കണ്ടെത്താം? വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് കണ്ടെത്താൻ. നമ്മളിപ്പോ ചോദിക്കുമ്പോ ഞമ്മക്ക് അങ്ങനെ ഒന്നുമില്ലേ, അതിന്റെ ആളാണ്, മറ്റേ അതിന്റെ ആളാണ് ഞാൻ, ഇതിന്റെ ആളാണ് ഞാൻ, മറ്റേന്റെ ആളാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ചോദിച്ചാൽ കണ്ടെത്താൻ കഴിയൂല. നമ്മളിവിടെ അതിനൊരു ടെസ്റ്റ് നടത്താൻ പോകും. ഞാൻ എൻ്റെ കൊച്ചു ഗ്രാമത്തിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നടത്താം. ഓക്കെ, ഞാൻ എൻ്റെ നാട്ടിൽ നടത്താൻ കാരണം ഞാൻ എൻ്റെ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളെയും അറിയും, അതുകൊണ്ടാണ്. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് 5 പരിപാടി നാട്ടിൽ സംഘടിപ്പിക്കണം. എന്നിട്ട് ഞാൻ അതിൽ കണ്ടെത്തുന്നത് സുന്നികളിലെ വോട്ട് ബാങ്ക് എവിടെയെന്നാണ്. അതായത് AP വിഭാഗം സമസ്തയും EK വിഭാഗം സമസ്തയും, അതിലെ വോട്ട് ബാങ്ക് എങ്ങനെ കണ്ടെത്താം എന്നാണ് ഞാൻ ഇവിടെ പരിശീലിക്കുന്നത്. 1ാമത്തെ പരിപാടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പരിപാടി. എല്ലാ പരിപാടികളിലും അതാത് പാർട്ടിക്കാരുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ പ്രമുഖരൊക്കെ വന്നിരിക്കണം, എല്ലാ സംഘടനയിലും പാർട്ടിയും. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വരുന്നു, സെക്രട്ടറി വരുന്നു, പിന്നെ അതിന്റെ അഖിലേന്ത്യാ നേതാക്കളായ രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ആരൊക്കെ നേതാക്കന്മാരുണ്ട് അവരൊക്കെ അവിടെ വരുന്നു. ഒരു പരിപാടി. 2ാമത്തെ പരിപാടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പരിപാടി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ വരുന്നു, സെക്രട്ടറി വരുന്നു, പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള പ്രഗത്ഭരായ പ്രാസംഗികന്മാർ, നേതാക്കന്മാരൊക്കെ അവിടെ വരുന്നു. 3ാമത്തത് LDFന്റെ പരിപാടി. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ CPM ആണ്, അതുകൊണ്ട് CPMന്റെ ജനറൽ സെക്രട്ടറി വരുന്നു, പിന്നെ LDFന്റെ കൺവീനറോ ആരൊക്കെ വെച്ചാൽ അവരൊക്കെ വരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു പരിപാടി നാട്ടിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കണം. പിന്നെ 2 പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് EK വിഭാഗം സമസ്തയുടെ ഒരു പരിപാടി, മറ്റൊന്ന് AP വിഭാഗം സമസ്തയുടെ പരിപാടി. ഇങ്ങനെ 5 പരിപാടി. ഇതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതാത് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ അതിൽ പ്രധാനപ്പെട്ട പ്രാസംഗികന്മാരും നേതാക്കന്മാരൊക്കെ വെറുതും പങ്കെടുക്കും. ആദ്യം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകയുമായിട്ട് ആ പരിപാടിയിലേക്ക് പോകാനുള്ള ആളുകൾ അങ്ങാടിയിലേക്ക് വരുന്നു. ഒരു ചെറിയ പ്രകടനമായിട്ട് അങ്ങനെ പോകും. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കയറിയിരിക്കരുത്. ആ മദ്രസ പീഡിയയുടെ ആ
കോലായിൽ ഒരു ബെഞ്ചിട്ടിട്ട് ഒരു കാലിച്ചായൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കണം. ആരൊക്കെയാണ് ഇതിൽ പോകുന്നത് എന്ന് നോക്കാന്. ഒരു പ്രകടനത്തിൽ പോയ ആൾ അടുത്ത പ്രകടനത്തിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്ത് പോകാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മഹാനായ പാണക്കടത്തങ്ങളും കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖരായ ആളുകൾ വരുന്ന പരിപാടി ആയതുകൊണ്ട് അതിന്റെ പ്രവർത്തകരെ പരമാവധി അവിടെ എത്തിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും ആ ഹരിത പതാകയുമായി അങ്ങനെ നീങ്ങണം. അതുപോലെ CPM-ന്റെ അവരും അവരുടെ ചെങ്കൊടിയുമായിട്ട് വന്ന് ആളുകളുമായിട്ട് അങ്ങനെ പോയി. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ എന്ത് ചെയ്തു? അവരവരുടെ പരിപാടികളിലേക്ക് ആളെ തികക്കാൻ വേണ്ടി പോയി. ഇനിയുള്ളതാണ് ബാക്കിയുള്ളവരാണ് വോട്ട് ബാങ്ക്. 2 ടീമുണ്ട്. ഇനി EK വിഭാഗത്തിന്റെ ആളുകൾ അവരുടെ പരിപാടിക്ക് ഇങ്ങനെ വരട്ടെ, വന്നു. ഇനി AP വിഭാഗവും വരാം. നിങ്ങളുടെ ഗ്രാമത്തിൽ എത്ര ആള് ഈ 2 ഗ്രൂപ്പിലുണ്ടാവും എന്ന് കണക്കെടുത്താൽ നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കൊന്നും വേണ്ട. നിങ്ങളെ മനസ്സിലും സംഘടിപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ. എന്നിട്ട് ഈ കുഞ്ഞാപ്പു പൈനക്കർ അങ്ങനെ സംഘടിപ്പിച്ച പോകാം എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ ഗ്രാമത്തിൽ 2 പരിപാടിക്ക് ഒപ്പൊരാൾക്ക് പോകാൻ പറ്റൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ അതിന്റെ ആളാണ്, ഇതിന്റെ ആളാണ്, മറ്റിന്റെ ആളാണ് എന്ന് നടക്കുന്ന ടീം ഉണ്ടാവും. ഓരോ കുടിച്ചാനാണ് ഞാൻ പറയുന്നത്. 2 പരിപാടിക്ക് ഒരാൾക്ക് പോകാൻ കഴിയൂലല്ലോ. 2 പ്രകടനത്തിൽ നിൽക്കാനും കഴിയില്ല. അതിനാണ് ഒരു ദിവസം ഞാൻ എല്ലാ പരിപാടിയും വെച്ചത്. അത് മറക്കരുത്. അപ്പൊ ആരപ്പ അവിടെ ചീമൊക്കെ ഒന്ന് കമ്പില് ഒരു കൊടിയും കെട്ടി ഇങ്ങനെ നാണി എന്താ ചടക്കണ്? ആര് നമ്മളെ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞില്ലേ? ഓനത ഗ്രൗണ്ടിൽ കുഞ്ഞാപ്പാക്ക് സ്വാഗതം പറയണേ. ഓൻ മുന്നത്തെ പ്രകടനത്തിൽ പോയി. CHന്റെ സ്വപ്നങ്ങളൊക്കെ ഓൻ പ്രസംഗിക്കണ്ട അവിടെ. കേൾക്കണർക്ക് പിന്നാലെ ആക്കണ് കുഞ്ഞിപ്പ ചങ്ങായി രാഹുൽ ഗാന്ധിനെ കാണാൻ പോയി. ഓനെ ആദ്യത്തെ പ്രകടനത്തിൽ പോയിട്ടു. നിങ്ങള് ഓരോരുത്തർ ഞാൻ ഇന്നലെ അതിന്റെ ആളെയിൽ പറഞ്ഞ കുത്തിരിഞ്ഞതിനൊക്കെ അവനാന്റെ പാർട്ടിന്റെ പരിപാടി വന്നപ്പോ ഓല് പോയി. പോലെ പറഞ്ഞിട്ട് കാര്യമല്ല. ഓല് ആ പാർട്ടിന്റെ ആൾക്കാരാണ്. ഓല് ആ പാർട്ടി പറഞ്ഞതന്നെ കേൾക്കുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്? എന്നാൽ ഈ 3 പാർട്ടിക്കാരും നാട്ടിൽ പരിപാടി അലകലകായിട്ട് വെച്ചാലും വ്യത്യസ്തമായി ഒരേ ടൈമിൽ ഒരേ ദിവസം വെച്ചാലും ഇങ്ങനെ ഒരു പ്രകടനം നടത്താൻ ആർക്ക് കഴിയും? എന്റെ നാട്ടിലെ AP വിഭാഗത്തിന് കഴിയും. സുന്നി വിഭജന സംഘം ചെമ്പ്രശ്ശേരി ഈശ്വരി സമ്മേളനം വിളംബരപ്പെടുത്തി കരുമൂർ സമീപത്തിന്റെ ശക്തി വിളിച്ചോടി വിപ്ലവോദത്തിന്റെ രക്തത്തിളപ്പുകൾ പ്രദർശിപ്പിച്ച അഹിംസന്റെ കരുത്തി വിളിച്ചോടി പ്രൗഢമായി ഹൃദയനെ ആനയിക്കാൻ ഈ വൈചാര രീതികളെ ധന്യമാക്കി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുമോദിക്കുക പ്രിയമുള്ളവരെ. അധർമ്മം വിധിക്കുന്ന ദുരന്തരാക്ഷരികൾ അനീതി വിതറുന്ന കാട്ടാളത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുഖപടമെടുത്തുകൊണ്ട് ഉപഭേദത്തെ ഉൾപ്പെടുത്തുന്നവരെ സംഘടിത പ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്കാണ് ഒന്നിക്കുകയാണ്. അനീതിയുടെ ഉൾപ്പെടുന്ന നയങ്ങളിൽ നിങ്ങൾക്കൊരു അസൂയ തോന്നുന്നുണ്ടോ? ഇത്രയും ഉസ്താദുമാർ നിങ്ങളെ നാട്ടിലുണ്ടോന്ന്? ഇല്ലേ? ഉണ്ട്. എന്റെ നാട്ടുകാരാണൊക്കെ. അപ്പോ ഇവർ ഈ നിൽക്കുന്ന കൂട്ടത്തിൽ AP ഉസ്താദ് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യും. അതാണ് ആ സംഘം. ഇത് ആ നാട്ടിലെ ഒരു യൂണിറ്റ് പരിപാടി ആണ്. അപ്പോ അതിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പാർട്ടിയിൽ അംഗത്തുള്ളവർ ഉണ്ടായിക്കൂടായികയില്ല. എന്നാലും ഒരു 4-5 ആളെ നമ്മളെ മാറ്റി നിർത്താം. ഒരു 5 ആളുകൾക്കും വേണ്ടി. ആ 5 ആളും തന്നെ AP ഉസ്താദ് പറഞ്ഞ കേൾക്കണ പോലെ തന്നെ കേട്ടോ. ഒരു ഏകദേശം ഒരു 5 ആള് അത് മാറ്റി നിർത്താം. എന്നാലും എത്ര ആളുണ്ട്? ഇവർക്കൊക്കെ വിവാഹം കഴിച്ച ആൾക്കാർക്കൊക്കെ ഭാര്യമാര് വീട്ടിലുണ്ടാവും അല്ലേ? അപ്പൊ ഇത്രയും ആളുകൾ എന്തായാലും ഇത്രയും കൂടി ആളുകൾ അവരെ വീട്ടിലുമായി. അപ്പൊ ഇതിന് ഡബിളായില്ലേ? വോട്ട് കൂട്ടുമ്പോ പെണ്ണുങ്ങളതും കൂട്ടുമല്ലോ. ഇതിൽ പെണ്ണുങ്ങളില്ലല്ലോ. പിന്നെ ഇവർക്കൊക്കെ വീട്ടിൽ ഉമ്മമാര് അങ്ങനെ ഇവര് പറഞ്ഞാൽ കേൾക്കണ ഒരു ടീം വേറെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും കൂട്ടണ്ട. ഇവരിൽ കല്യാണം കഴിച്ച അവരുടെ ഭാര്യമാരും ഇവരും. ഇതിന്റെ ചെറിയൊരു കുഗ്രാമമായ എന്റെ ഗ്രാമത്തിലുള്ള ഒരു വോട്ട് ബാങ്കാണ്.
ഇതിൻ്റെ ഒപ്പം ഇനി മറ്റേ സംഘടനയിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ അവർക്ക് പറയാം ഞങ്ങളാണ് ഈ നാട്ടിലെ വോട്ട് ബാങ്ക്. ആർക്കും പറയാം, ഇവർക്കാണെങ്കിൽ ഇവർക്ക് പറയാം, മറ്റവർക്കും പറയാം. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ ഗ്രാമത്തിലും ഇങ്ങനെ പരിശോധിച്ചാൽ പറയും എന്താണ് വോട്ട് ബാങ്ക്. ഇതിപ്പോ ഒരു ഗ്രാമത്തിലാണ്. ഇത് നിങ്ങൾക്ക് ടൗണിൽ, കോഴിക്കോട് ടൗണിൽ സംഘടിപ്പിക്കും ഒക്കെ ഒരു ദിവസം പകല് വേണം കേട്ടോ, പകല് വേണം. എന്തെങ്കിലും ആരൊക്കെ ഏതൊക്കെ പരിപാടിക്കാ പോണത് എന്ന് അറിയണമെങ്കിൽ പകലെ സംഘടിപ്പിക്കാൻ പാടുള്ളൂ. ഇങ്ങനൊക്കെ 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടും കോഴിക്കോട് കടപ്പുറം ഇതുപോലെ നിറക്കാൻ കഴിയുമോ? അവർ ഈ സംസ്ഥാനത്തെ വോട്ട് ബാങ്കാണ്. ഇതാണ് വോട്ട് ബാങ്ക്. മനസ്സിലാവും? ഇത് ആരെക്കൊണ്ട് കഴിയും എങ്കിൽ അവരാണ് വോട്ട് ബാങ്ക്. അതിന് തർക്കിക്കാൻ പോണ്ട, വക്കാണത്തിന് പോണ്ട, തല്ലാൻ പോണ്ട, കൊല്ലാൻ പോണ്ട. ഇത് യാഥാർത്ഥ്യം ഇതാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്റെ മനസ്സിലായി? വല്ലതും മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.